തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ വെടിയേറ്റ പാടുമായി കാട്ടാന. കാലടി പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിലാണ് 17-ാം ബ്ലോക്കിൽ മുറിവേറ്റ നിലയിൽ ആനയെ കണ്ടത്. മുറിവേറ്റ ചിത്രങ്ങളും ദൃശ്യങ്ങളും പ്രചരിച്ചതോടെ ആനയെ കണ്ടെത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് എണ്ണപ്പനത്തോട്ടത്തിലെ യാർഡിന് സമീപം മസ്തകത്തിൽ മുറിവേറ്റ 2 പാടുകളുമായി കാട്ടാനയെ കണ്ടത്. മുറിവിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് റോഡിലൂടെ പുഴ കടക്കുകയായിരുന്ന കാട്ടാനയെ നാട്ടുകാർ ശ്രദ്ധിച്ചു. സംശയം തോന്നിക്കും വിധമുള്ള മുറിപ്പാടുകൾ കണ്ടതോടെ വിവരം വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. വിവരം ലഭിച്ചതിന് പിന്നാലെ ചാലക്കുടി DFOയുടെ നേതൃത്വത്തിലുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. എന്നാൽ ആനയെ കണ്ടെത്താൻ സാധിച്ചില്ല. പ്രദേശത്ത് കണ്ടുപരിചയമില്ലാത്ത കാട്ടാനയെ ഡിസംബർ 15-നാണ് ഏഴാറ്റുമുഖം കാലടി പ്ലാന്റേഷൻ ഭാഗങ്ങളിൽ ആദ്യമായി കാണുന്നത്. അന്നും ആനയുടെ മസ്തകത്തിൽ ചെറിയ മുറിവുണ്ടായിരുന്നതിനാൽ അതിൽ അണുബാധയുണ്ടായതാകാമെന്നും നാട്ടുകാർ സംശയമുന്നയിക്കുന്നു. അതേസമയം ആനകൾ തമ്മിൽ പരസ്പരം ആക്രമിക്കുമ്പോൾ മുറിവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഇത് വെടിയേറ്റുള്ള പാടാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചതാകാമെന്നുമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മസ്തകത്തിൽ വെടിയേറ്റ ആന ഇത്രയും നാൾ ജീവിച്ചിരിക്കാൻ ഇടയില്ലെന്നാണ് വെറ്റിനറി സർജൻമാരുടെയും അഭിപ്രായം. ആനയെ കണ്ടെത്തുന്നതിന് അതിരപ്പള്ളി, ഏഴാറ്റുമുഖം, കാലടി പ്ലാന്റേഷനുകൾ കേന്ദ്രീകരിച്ച് പരിശോധന തുടരുമെന്നും RRT സംഘത്തെ കൂടി പരിശോധനയുടെ ഭാഗമാക്കുമെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് മലയാളം, തൃശൂർ.